കളക്ടർക്കെതിരായിട്ട് കോടതി ലക്ഷ്യമായിട്ട് വീണ്ടും ഇപ്പോൾ കോടതിയിലേക്ക് പോകുമ്പോൾ വേണം. ഞങ്ങൾ ഇപ്പോൾ ഈ പരാതികളെ സംബന്ധിച്ച് ഞങ്ങൾ തിങ്കളാഴ്ച ഞങ്ങൾ ഹൈക്കോടതിയിൽ മൂവ് ചെയ്യാൻ പോവുക. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ കൊടുത്ത ഉറപ്പ് പാലിച്ചിട്ടില്ല. ഞങ്ങൾ കോടതിയെ സമീപിക്കുന്ന കാര്യം അതിൻ്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ നോക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കും. ഈ ഇരട്ട വോട്ടിനെ കുറിച്ച് പറയുമ്പോഴേ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന മറ്റൊരു കാര്യം BJP ജില്ലാ അധ്യക്ഷന് പട്ടാമ്പിയിലും അതോടൊപ്പം തന്നെ പാലക്കാട് വോട്ടുണ്ട്, ജില്ലാ അധ്യക്ഷന് തന്നെ ഇത്തരത്തിൽ വോട്ടുണ്ട് എന്നാണല്ലോ. അല്ല, ഞങ്ങളെന്താ പറഞ്ഞത്? എൻ്റെ വോട്ട് ഞാൻ മലമ്പുഴയിലേക്ക് താമസം മാറ്റി, എൻ്റെ വോട്ട് ഞാൻ മലമ്പുഴയിലേക്ക് മാറ്റാൻ കൊടുത്താൽ പാലക്കാടുള്ള എൻ്റെ വോട്ട് എനിക്ക് മാറ്റാൻ കഴിയില്ലല്ലോ. ആരാ മാറ്റേണ്ടത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മാറ്റേണ്ടത്. ഇതിൽ ഇതിൻ്റെ പിന്നിൽ വേറൊരു കഥ കൂടിയുണ്ട്. അതായത് 33-ാം ബൂത്തിൽ 16 പേരെ ഒഴിവാക്കി. അന്ന് ജില്ലാ കളക്ടർ പറഞ്ഞ ന്യായം എന്തായിരുന്നു എന്നറിയോ? നമ്പർ ഓഫ് വോട്ടേഴ്സ് അവരുടെ എണ്ണത്തിൽ വലിയ വർധന വന്നിട്ടില്ല. ദേശീയ ശരാശരിക്ക് ഒപ്പമാണ്. 15 മുതൽ 20% വരെ വർധനവേ ഉള്ളൂ. നിലവിൽ കാലാകാലങ്ങളായിട്ട് വോട്ട് ചെയ്യുന്ന BJPയുടെയും അത്തരത്തിൽ നിഷ്പക്ഷമായിട്ടുള്ള ആളുകളുടെയും വോട്ട് ഒഴിവാക്കും. അതിന് പകരം ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള മറ്റ് ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ആളുകളെ മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഈ നിയോജക മണ്ഡലത്തിൽ ചേർക്കും. അപ്പോൾ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്ന സമയത്ത് ദേശീയ ശരാശരിക്കൊപ്പമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അല്ലെങ്കിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ പുതിയ വോട്ടർമാരുടെ എണ്ണത്തിൽ വരുന്ന വർധനവ്. നിലവിലുള്ള 16 വോട്ടർമാരെ കഴിഞ്ഞ 30-40 വർഷമായിട്ട് വോട്ട് ചെയ്യുന്ന 16 വോട്ടർമാരെയാണ് 33-ാം നമ്പർ ബൂത്തിൽ നിന്ന് മാറ്റിയിരിക്കുന്നത്. അതിന് പകരം ആഡ് ചെയ്യുന്നത് മറ്റുള്ള മണ്ഡലങ്ങളിൽ നിന്ന് ആളുകളെയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്പർ ഓഫ് വോട്ടേഴ്സിൻ്റെ എണ്ണം നോക്കുമ്പോൾ ഈക്വൽ ദേശീയ ശരാശരിക്കൊപ്പമാണ് വോട്ടിൻ്റെ വർധനവ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് യഥാർത്ഥ വോട്ടർമാരെ ഒഴിവാക്കി മറ്റുള്ള നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള കള്ള വോട്ടർമാരെ ഇങ്ങോട്ട് ചേർത്തുകയാണ്. ഈ ജില്ലാ അധ്യക്ഷന് മത്സരിക്കാമെന്നോടെയാണ് ഇവിടെ വോട്ട് ചേർത്തതെന്നൊക്കെ ഉള്ള ഇത് ഏത് വിഡ്ഢിയാണ് ഇത് പറഞ്ഞത്? ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കണമെങ്കിൽ അപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട് വോട്ടുണ്ടായിട്ടാണോ മത്സരിക്കുന്നത്? ഇത്രയും ബോധമില്ലാത്ത ആളുകളാണോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വോട്ടുണ്ടായിട്ടാണോ ഇവിടെ മത്സരിക്കുന്നത്? എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടോ? മുനിസിപ്പൽ പരിധിയിൽ വോട്ടുണ്ടെങ്കിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഏത് വാർഡിലും മത്സരിക്കാം. കേരളത്തിൽ എവിടെ വോട്ടുണ്ടെങ്കിൽ കേരളത്തിലെ നിയമസഭയിൽ മത്സരിക്കാം. അതാണല്ലോ നിയമം. 33-ാം നമ്പർ ബൂത്തിൽ നിന്ന് ഇതുവരെ എത്ര വോട്ടുകളാണ് കള്ള വോട്ടായിട്ട് മാറ്റിയിരിക്കുന്നത്? 16 വോട്ടുകൾ നിലവിൽ ജീവിച്ചിരിക്കുന്ന അവിടെ താമസിക്കുന്ന 16 പേരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ആ 16 പേർക്ക് പകരം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ മറ്റുള്ള ബൂത്തുകളിൽ 16 പേരെ പുതുതായിട്ട് ആഡ് ചെയ്യും. ഈ പാലക്കാട് മണ്ഡലത്തിൽ ഇപ്പോൾ പറഞ്ഞല്ലോ 20,000 ഇരട്ട വോട്ടുണ്ട്, അതിന് പുറമെയുള്ള വ്യാജ വോട്ട് ഉൾപ്പെടെ ഏതാണ്ട് 40,000 വരുമെന്ന് പറഞ്ഞു. ഇതുപോലെ മാത്തൂരും പിരായിരിലും കണ്ണാടിയിലും ഒക്കെ എത്രത്തോളം ഉണ്ട്? അല്ലേ, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെയാണ് ഞാൻ പറഞ്ഞത്. നിയമസഭാ മണ്ഡലത്തിലാണ് പറഞ്ഞത്. മറ്റുള്ള ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടുകൾ CPM വ്യാപകമായിട്ട് മാത്തൂരും കോൺഗ്രസും മാത്തൂരും പിരായിരിയിലും കണ്ണാടിയിലും ചേർത്തിട്ടുണ്ട്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലും വോട്ടുള്ള നിരവധി ആളുകൾ ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഡാറ്റ കൊടുത്തതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതിൻ്റെ ഉത്തരവാദി. അവർ നടപടികൾ എടുക്കുന്നില്ല. അവരുടെ ഭാഗത്തും ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ട്. പ്രചാരണ അവസാന ഘട്ടത്തിലെത്തി. ഇപ്പോഴും ഈ വിവാദ വിഷയങ്ങൾ തന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഈ വികസനങ്ങൾ വേണ്ട ഈ സമയങ്ങളിൽ അവസാന ഘട്ടത്തിൽ ഞാൻ ഇന്ന് രണ്ടാമത്തെ വിഷയം, ഞാൻ പാലക്കാടത്തെ ജനങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകും, വോട്ടർമാർക്ക്. ഞാൻ പാലക്കാടിൻ്റെ MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ പാലക്കാട്ടുകാർ ഏറ്റവും വലിയ യാത്രാക്ലേശം അനുഭവപ്പെടുന്നതാണ് ബാംഗ്ലൂരിലേക്ക് ഇന്ന് അവർക്ക് ട്രെയിനുകളുടെ അഭാവം ഉണ്ട്, എണ്ണത്തിൽ കുറവുണ്ട് ട്രെയിനുകളുടെ. അവർക്ക് പോയി വരാനുള്ള വലിയ അസൗകര്യമുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടാൽ 2 മാസത്തിനുള്ളിൽ പാലക്കാട് നിന്നും വന്ദേ ഭാരത് ട്രെയിന് ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കും. പാലക്കാട്ടുകാർക്ക് ബാംഗ്ലൂരിലേക്ക് പോകാൻ വന്ദേ ഭാരത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കും. ഇത് പാലക്കാട്ടുകാർക്കുള്ള ഉറപ്പാണ്, കൃഷ്ണകുമാറിൻ്റെ ഉറപ്പാണിത്. അല്ല, വന്ദേ ഭാരത് പാലക്കാട്ടുകാരുടെ ആവശ്യമാണ്. ബാംഗ്ലൂരിലേക്കുള്ള യാത്രാക്ലേശം ഒഴിവാക്കാൻ പാലക്കാടിൽ നിന്നും കൂടുതൽ ട്രെയിനുകളിൽ നിന്ന് ഞാൻ പാലക്കാടത്തെ വോട്ടർമാർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ തെരഞ്ഞെടുപ്പിൽ 23-ാം തീയതി പാലക്കാടിന് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ 2 മാസത്തിനുള്ളിൽ 60 ദിവസത്തിനുള്ളിൽ പാലക്കാടിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് വന്ദേ ഭാരത് ആരംഭിക്കും.
ഇന്നിപ്പോൾ ബൂത്ത് ലെവൽ ഓഫീസേഴ്സിന്റെയും ഒപ്പം തന്നെ ഒബ്സർവേഴ്സിന്റെയും ഒക്കെ യോഗം കളക്ടർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ചയാവുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല, കളക്ടർ വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണല്ലോ വരുത്തിയത്. കളക്ടർക്ക് ഈ 6 മാസം കാത്തിരിക്കേണ്ടല്ലോ. കഴിഞ്ഞ ഞാൻ ആ ഹൈക്കോടതി ഓർഡർ മീഡിയ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു. ഹൈക്കോടതിയിൽ കളക്ടർ കൊടുത്തിരിക്കുന്ന ഉറപ്പെന്താ? എല്ലാം കുറ്റമറ്റ രീതിയിലാക്കും, പരിശോധിക്കും. ഒരു പരിശോധനയും ജില്ലാ കളക്ടർ നടത്തിയില്ല. ജില്ലാ കളക്ടർ CPM-ൻ്റെ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുകയാണ്. CPM-നെയും കോൺഗ്രസിനെയും സഹായിക്കാനുള്ള ആളായിട്ട് ജില്ലാ കളക്ടർ മാറിയിരിക്കുകയാണ്. ജില്ലാ വരണാധികാരി മാറിയിരിക്കുകയാണ്. എത്ര പരാതി ഞങ്ങൾ ഒഴിവാക്കിയ ആളുകളെ സംബന്ധിച്ചുള്ള പരാതി കൊടുത്തു. എന്ത് നടപടിയാണ് ആ BLO-നെതിരെ സ്വീകരിച്ചത്? CPM ഒരു പരാതി കൊടുക്കുമ്പോഴേക്കും ആ BLO-നെ 176-ാം നമ്പറത്തെ BLO-നെ ജില്ലാ കളക്ടർ വിളിച്ചു വരുത്തി. ഞങ്ങൾ കൊടുത്ത പരാതിയിൽ ജില്ലാ കളക്ടർ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ജില്ലാ കളക്ടർ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കണം. ജില്ലാ വരണാധികാരിയാണ്, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയാണ് അവർ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാവണം. ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രീതിയിൽ CPM-ൻ്റെ ചട്ടുകമായിട്ട് അവർ മാറിയിരിക്കുക.